PD സതീശനെതിരെ സമുദായ സംഘടനകളുടെ പടയൊരുക്കം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമാണ് VD സതീശനെ കടന്നാക്രമിച്ചും സർക്കാരിനെ പിന്തുണച്ചും രംഗത്ത് വന്നത്. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം. താൻ വർഗീയവാദിയാണോ എന്ന് AK ആന്റണിയോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ പറയട്ടെ എന്നും അവർ പറഞ്ഞാൽ താൻ അംഗീകരിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദം. ഇവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ. അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയേക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആന്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്ന് ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. വർഗീയതയെക്കുറിച്ച് പറയാൻ VD സതീശൻ എന്ത് യോഗ്യതയെന്നായിരുന്നു G സുകുമാരൻ നായരുടെ വിമർശനം. സമുദായങ്ങളുടെ നിരങ്ങലെന്ന് പറഞ്ഞ നേതാവ് സിനഡ് യോഗം ചേർന്നപ്പോൾ നിരങ്ങാൻ പോയെന്നും കുറ്റപ്പെടുത്തി. സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു കോൺഗ്രസ് പ്രസിഡന്റ്, കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ഈ വലിയ തത്വം പറയുന്നവര് കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാല വീണു. എന്തിനാ അങ്ങത്തെ പോയ? എന്തിനാ പോയത്? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. വെള്ളാപ്പള്ളി ഭിന്നിപ്പിന് പലരുടെയും ഉപകരണമായി മാറുകയാണെന്നായിരുന്നു VD സതീശന്റെ മറുപടി. വിദ്വേഷ പ്രസംഗം ആരു നടത്തിയാലും എതിർക്കും. തിരുവനന്തപുരത്ത് കാന്തപുരത്തിന്റെ കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും സതീശൻ പറഞ്ഞു. ഒരു സാമുദായികമായ ഐക്യം വേണം, മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാകണം. അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിനെയും പറയും. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അസാധാരണമായ രാഷ്ട്രീയ സാമുദായിക സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം, കുറേ നാൾ മുൻപ് NSSും SNDPയും തമ്മിൽ ഒരു ഐക്യപ്പെടലുണ്ടായിരുന്നു. പിന്നീട് അതെന്ത് സംഭവിച്ചുവെന്ന് കേരളം കണ്ടതാണ്. വലിയ വിമർശനം നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നത് വീണ്ടും കണ്ടതാണ്.
ബദ്ധശത്രുക്കളായിരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വീണ്ടും ഒന്നിക്കുമ്പോൾ അതിന് പിന്നിൽ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ ഇരയായി മാറുന്നത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജി ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഒരുമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു, മുൻകൈ എടുക്കുമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഞങ്ങളും തയ്യാറെന്ന് പറയുന്നു. ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കി ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു തിരക്കഥ തന്നെയല്ലേ? ശ്രീത്ത്, ഇങ്ങനെ ഒരു തീരുമാനം അതിപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഒന്നാണെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഈ വിഷയം പറഞ്ഞിരുന്നു, ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്നു, തൊട്ടു പിന്നാലെ സുകുമാരൻ നായരും മാധ്യമങ്ങളെ കാണുന്നു. ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയെടുത്ത ചില സംഭവ വികാസങ്ങളുടെ പരിണിത ഫലമെന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ചു കാലമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ശബരിമല വിഷയം ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ എടുത്ത നിലപാടുകളുണ്ട്. കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ NSS ഉൾപ്പെടെ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് VD സതീശൻ നടത്തുന്ന നീക്കങ്ങൾ എന്ന് തന്നെ നമുക്ക് തുറന്നു പറയാം. VD സതീശനെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സതീശൻ മാത്രമാണോ ഉള്ളത്, മറ്റെത്ര നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീശൻ നടത്തുന്ന നീക്കങ്ങളെ പ്രത്യക്ഷത്തിൽ ആക്രമിക്കുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന് ഇപ്പോഴത്തെ ഒരു ഇത് കണ്ട് ചിന്തിക്കേണ്ട. അഹങ്കാരമാകാം, പക്ഷെ ഒരുപാട് അഹങ്കാരം പാടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുവെ മറ്റു കോൺഗ്രസ് നേതാക്കളെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ കോൺഗ്രസിൻ്റെ നില അത്ര സേഫാണ് എന്ന് പറയുന്ന നിലയിലേക്ക് ജി സുകുമാരൻ നായർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, BJPയും എതിർക്കുന്നുണ്ട്. ഒരു പരിധിവരെ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ശബരിമലയിലെ ഈ അയ്യപ്പ സംഘവുമായി ഒക്കെ ബന്ധപ്പെട്ട് NSS എടുത്ത ഒരു പരിധിവരെ സർക്കാർ അനുകൂല നിലപാട് അത് ഇന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി കടന്നാക്രമിക്കപ്പെടുന്നു, അതിനെന്താണ് പ്രതിവിധി എന്നത് പലതരത്തിലുള്ള ചർച്ചകളും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകും. അവിടെ ആയിരിക്കാം ഒരു പക്ഷേ NSS SNDP ഐക്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പരാമർശങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ തയ്യാറല്ല. അതായത് ഈ വർഗീയം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ അത് വർഗീയമല്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ. അത് സംഘടനകൾക്കെതിരെയാണ്, ഇപ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾക്കെതിരെയാണ് പറയുന്നത്, അത് മതത്തിനെതിരെയല്ല എന്നുകൂടി ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നും അല്ല എന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് ജി സുകുമാരൻ നായർ നടത്തിയ ഈ ഒരു പ്രതികരണം അത് വളരെ ഗൗരവമേറിയതാണ്. സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക്, രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു പ്രബലമായി രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 1.25 മണിക്കൂറോളം, 1 മണിക്കൂറിലധികം സമയമാണ് ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്നത്. അത് സമീപകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അപൂർവമായാണ് വാർത്താ സമ്മേളനം തന്നെ നടത്താറുള്ളത്. ദൃശ്യമാധ്യമങ്ങൾക്കടക്കം പ്രവേശനമുള്ള പരിപാടികൾ തന്നെ കുറവാണ്. അവിടെയാണ് ഇത്ര ദീർഘമായി ഇരുന്നു കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് പറയാനുണ്ട്, ഏത് വിഷയത്തിലും ചോദിച്ചോളൂ. ഇപ്പോൾ ശബരിമല തന്ത്രി അറസ്റ്റിലായവനെ അദ്ദേഹം ഒരു തരത്തിലും അവർ മനുഷ്യരല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ദൈവതുല്യരൊന്നുമല്ല, പോലീസിനെയും കോടതിയെയും അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്ത്രി കണ്ഠരരും മോഹനരുമായി ബന്ധപ്പെട്ട പണ്ടുണ്ടായ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ശ്രീത്ത് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ആദ്യം വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ സുകുമാരൻ നായർ നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു ലക്ഷ്യത്തിന് കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് എന്ന് കരുതണം. സർക്കാരിനെ ഒരു പരിധിവരെ സഹായിക്കുന്ന നിലപാടുകൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസിനെ എതിർക്കുന്ന നിലപാടാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇതിൽ, അതായത് കോൺഗ്രസ് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഏതാണ്ട് എല്ലാ സാധ്യതയുമുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ജി സുകുമാരൻ നായർ നടത്തുന്ന
ഇപ്പോഴത്തെ ഈ പരാമർശങ്ങൾ. പ്രത്യേകിച്ച് വി.ഡി. സതീശന് വർഗീയവാദത്തിനെതിരെ പറയാൻ ഒരു യോഗ്യതയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം സിനഡിൽ പോയത് തിണ്ണനിറങ്ങലല്ലേ എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറവൂരിൽ തന്നെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1.5 മണിക്കൂറാണ് NSSന്റെ തിണ്ണയിലിരുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് താൻ അവിടെ വിളിച്ചു പറഞ്ഞ് അവിടെ താഴെ തട്ടിലുള്ളവരടുത്തൊക്കെ വിളിച്ചു അത്തരത്തിലൊരു പ്രവർത്തനത്തിന് പോലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് പുറത്തിറങ്ങി തങ്ങളെ അധിക്ഷേപിച്ചത്. ഇങ്ങനെ അധിക്ഷേപിച്ചൊരു നേതാവില്ല എന്ന് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖമായി മാറുന്ന ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന വി.ഡി. സതീശനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു. അത് കേവലം വി.ഡി. സതീശനെ എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വയ്യ. കാരണം കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാകുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകും. അപ്പോൾ ഫലത്തിൽ അത് ഗുണം ചെയ്യുക അത് ഒരു പരിധിവരെ ഇടതുമുന്നണിക്കായിരിക്കും. നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പലയിടത്തും നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അത് തന്നെ ആകും എന്ന് കരുതാൻ വയ്യ. ഫലത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ നിലപാട് ഇരു സാമുദായിക സംഘടനാ നേതാക്കളുടെ നിലപാട് ഫലത്തിൽ അത് ഇടതുമുന്നണിക്ക് ഒരു പരിധിവരെ ഗുണമാകുന്ന നിലപാടായി മാറുന്നു എന്ന് തന്നെ നമുക്ക് വായിക്കേണ്ടി വരും. ഇതിനു മുൻപ് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ഐക്യകാഹളം നടത്തിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഈഴവ നായർ ഐക്യത്തിന് ആഹ്വാനമായാണ് SNDPയും NSSും ഐക്യം അനിവാര്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിന്തുണയുമായാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുക. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങളൊന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംവരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു. ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.